ഹരിച്ചേട്ടാ ഗിഫ്റ്റ് എത്തി. ഞാൻ കണ്ണുറക്കട്ടെ. തുറക്ക്. ഒരുപാട് ഒരുപാട് നന്ദി ഇതുപോലൊരു മൊമെന്റ് എനിക്ക് തന്നതിന്. ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എവർ. എന്നാലും ടീച്ചറെ, ചെറുമോനെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ. ഇവിടെ എപ്പോഴും ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാറുണ്ട് ഹരിച്ചേട്ടൻ. പലതും പറയാനുണ്ട്. സത്യം ഒരു 2 കഥ ഞങ്ങക്ക് പറഞ്ഞതാ. കഥ പിന്നെ പ്രസവിച്ചപ്പോ മോള് പ്രസവിച്ചപ്പോ എന്റെ കയ്യിലാണ് ആദ്യമായിട്ട് എടുത്തത് ഞാനാണ്. സാധാരണ തേനും വയമ്പും ഒക്കെ അല്ലേ കൊടുക്കുന്നേ, അങ്ങനെയല്ല. അവന്റെ കാതിൽ ഓമനത്തിങ്കൾക്കിടാവോ പാടിക്കൊടുക്കുകയായിരുന്നു. അതിൽ കൂടിയൊരു സാഹിത്യവും ഇല്ല. അതാണ് ആദ്യം അവൻ കേൾക്കുന്നത്. ഇപ്പൊ നമുക്ക് പാടിത്തരിക. അമ്മൂമ്മ അച്ഛനുമാണ് പഠിപ്പിക്കുന്നത്. അതെ, ആലപ്പുഴ ശ്രീകുമാർ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛന്റെ അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ എന്റെ അടുത്തും? എന്റെ അടുത്ത് രാഗരത്നത്തിന് അല്ല ഇരുന്ന് പഠിച്ചു. അമ്മയുടെ പഠിപ്പിന്ന് പറഞ്ഞാൽ രാവിലെ 2:30-ക്കൊക്കെയാണ് വിളിക്കുന്നത്. വെളുപ്പിന് 2:30-ക്ക് എന്നെ വിളിച്ചുണർത്തും. പക്ഷെ 12 വയസ്സിനകം നന്നായിട്ട് ക്ലാസിക്കൽ പാടാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോകും. അന്ന് രാഗരത്നം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. അതിന് വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിച്ചേ പറ്റുള്ളൂ. 12 വയസ്സിൽ തന്നെ മനോധർമ്മ സംഗീതം നന്നായിട്ട് പാടിയേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു. എൻ്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയുമായിരുന്നു, 2 പേര് അസാധ്യ ജ്ഞാനസ്ഥരാണ്, ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് അവര്. അതൊന്ന് ചിത്രയുടെ പേരാണ്, ഒന്ന് ശംഖുവിൻ്റെ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജ്ഞാനം കൂടെ ഈശ്വരൻ അവന് കൊടുത്തിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരി, ശംഖു, ലഡ്ഡു, ഇതൊക്കെയാണ് ലൈഫിലെ ഓസ്കാറുകൾ. വേറെ ഒന്നും പൈസ അതൊന്നും അല്ല. ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് രാധാകൃഷ്ണൻ ചേട്ടൻ, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ അനുഗ്രഹമാണ് ചക്കര നിന്റെ കൂടെ ഉള്ളത്. അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു മൊമെന്റ് ഒരു ചാനലിലും ഉണ്ടായിട്ടില്ല. എന്റെ അമ്മയും അമ്മൂമ്മയും ഞാനും ഇങ്ങനെ ഒരു വേദിയിൽ ഒരുമിച്ച് ഇതുവരെ. ഞങ്ങളും ഞങ്ങളെ പറയടേ, അതാണ് സൂപ്പർ സ്റ്റാർ. അമ്മ, ഇനി അമ്മ പറയൂ മകനെ പറ്റി. അവന് പാട്ട് കൊടുത്ത അദ്ദേഹം ഷാൻ റഹ്മാൻ, അദ്ദേഹം ഇവിടെ ഉണ്ട്. പയ്യെ പയ്യെ എന്നുള്ള ആ പാട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതൊക്കെ അവനൊരു ഫ്രണ്ടിലോട്ടുള്ള ഒരു പടവിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു അതെല്ലാം. അയ്യോ, താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. നമുക്ക് അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. എനിക്ക് ആ തുടക്കം ഔസേപ്പച്ചൻ സാറും ഷാനുക്കയും ഈ ഒരു മൊമെന്റിൽ ഞാനത് ഓർക്കുകയാണ്. ഏറ്റവും ആദ്യം എൻ്റെ അമ്മാവനാണ്, താത്ത എന്നാണ് അവൻ വിളിക്കുന്നത്. സാഫല്യം എന്ന് പറയുന്ന സിനിമയിൽ അതും എന്താ വലിയ ലെജൻഡിന്റെ കൂടെ നമ്മുടെ യേശുദാസ് സാറിന്റെ കൂടെയാണ് പാടിയത്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പം 2 കമ്പോസേഴ്സ് ആണ് എനിക്ക് ആ സമയത്ത്. ഔസേപ്പച്ചൻ സാറും ആ സമയം തന്നെ ഷാനുക്കയും. ആദ്യം റിലീസ് ചെയ്ത ഷാനുക്കയുടെ പാട്ടെന്തായിരുന്നു. അങ്ങനെ ആ 2 കമ്പോസേഴ്സിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ. എല്ലാ കമ്പോസേഴ്സിനോടും ഇനിയിപ്പോ വിദ്യാസാഗർ, അദ്ദേഹത്തിന്റെ വാനം ചായം, അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. അത് പറയേണ്ടത് ഒരു അത്യാവശ്യമാണ്. എന്താന്ന് വെച്ചാല് അദ്ദേഹം ആദ്യം, എൻ്റെ ഭർത്താവ് ആദ്യം കേട്ടത് ഇവന്റെ പാട്ട് അതാണ്. റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പാട്ടിറങ്ങി. അപ്പം അതിനുശേഷം 2018 ജൂൺ 22 അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. അതൊരു വല്ലാത്തൊരു ഒരു ഇൻസിഡന്റ് ആയിപ്പോയി. ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം അവിടെ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിലാണ് പോണത്. അച്ഛനെ ഒന്നും അങ്ങനെ ഒരു ഗ്രോത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. വലിയ ആളായി എന്നല്ല, എന്നാലും ഇപ്പൊ ഉള്ള ഗ്രോത്ത് പോലും അച്ഛന് കാണാൻ പറ്റില്ല. അച്ഛൻ കാണുമ്പോൾ ഞാൻ ബസ്സിൽ കയറി ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അത് മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ അവസാനം കേൾക്കുന്ന പാട്ട് ജീവാംശമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, എന്നെക്കാളും അവൻ ഫ്രണ്ടിലോട്ട് വരും. അവനും പിന്നെ മോനും അച്ഛനും കൂടെ പാടിയ ഒരെണ്ണമുണ്ട്, ഭക്തജനവത്സലെ എന്ന് പറഞ്ഞൊരു പാട്ട്. മോനൊരു ലൈൻ അത് പാടും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ആണ്. ഓക്കെ, വിഠലേ
भक्तजनवत्सले भक्तजनवत्सले करुणाकल्लोले भक्तजनवत्सले करुणाकल्लोले पाण्डुरङ्गे 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 भक्तजनवत्सले हे भक्तजनवत्सले